ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോണ്ട CD ഡീലക്സ് വണ്ടി. അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ബാക്ക് വീലിൻ്റെ ഹബ്ബ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ്, അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് ഓയിൽ ലീക്കൊക്കെ ആയിട്ട് ഫോർക്ക് പൈപ്പ് കോൺസെപ്റ്റൊക്കെ മാറ്റാനുണ്ടായ വണ്ടിയാണ്. പിന്നെ നമുക്ക് ചെയിൻ സൗണ്ട്, അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിൻ, ടൈമിങ് ചെയിൻ, ക്യാം ചെയിൻ എന്ന് പറയും, അതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ നമ്മളത് മാറ്റാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. അത് ഓയിലും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എഞ്ചിനകത്തേക്ക് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗം ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊക്കെ ഓയിൽ പമ്പ് ചെയ്ത് പോണ ഒരു ഓയിൽ പമ്പിൻ്റെ വീലാണത്. അത് ഓൾറെഡി നമുക്ക് ചെയിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇതേപോലത്തെ പല്ലുകൾ, ഈ വീലിന് ഇതേപോലെ പല്ലുകളുണ്ട്. ആ പല്ലുകളൊക്കെ തേയ്മാനം വന്നിട്ട് മൊത്തം തേഞ്ഞ് തീർന്ന് വെറും റൗണ്ടായിട്ട് നിൽക്കണേ. അതായത് ഇപ്പോൾ ചെയിൻ കിടന്ന് വെറുതെ ഓടുന്നുള്ളൂ. ഓയില് ചെയിൻ്റെ ജസ്റ്റ് ആ ഒരു ലോഡും പുറത്ത് ഓയിൽ പമ്പ് ചെയ്യണ്ടോ എന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇത് അഴിച്ച് ഓയിൽ പമ്പും ആ പമ്പിൻ്റെ വീല് നമുക്ക് മാറ്റേണ്ടതാണ്. അതായത് ഇതേപോലെയാണ് ഇരിക്കുക. ഇതാണ് ആ വീല് ശരിക്കും. കാരണം അതിൻ്റെ പല്ലുകളാണ് ഇതേപോലെയുള്ള പല്ല് മൊത്തം തേയ്മാനം വന്ന് പോയേക്കണം ഈ കാണണം കേട്ടോ. ഫുള്ള് ഫിനിഷായിട്ട് നല്ല ഫൈൻ ടൈപ്പിലേക്ക് ആയിപ്പോയത്. അപ്പോൾ അത് നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് റാഡ് പോവുക. അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്ലച്ച് കവറൊക്കെ അഴിച്ചതിന് ശേഷം എഞ്ചിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ട് അഴിച്ചിറക്കണം. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കാണ് റാഡ് വരാം. ഓയിൽ പമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. ഇത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വന്ന റാഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് അഴിച്ചു മാറ്റണം. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി അതിനകത്ത് ടൈം ഒരുപാട് നമുക്ക് അതൊന്ന് സ്പെൻഡായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് ഇന്ന് തരാമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി സംഭവം. പിന്നെ അത് അഴിച്ച് മാറണമെങ്കിലും ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും അതുകൂടി ക്ലിയർ ചെയ്തിട്ട് തരാം എന്തായാലും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതല്ലാതെ കൊണ്ട് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല. ഓൾറെഡി എഞ്ചിൻ്റെ ഇപ്പോൾ തന്നെ ഓയിൽ പമ്പിങ് കുറവായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടൈമിങ് ചെയിൻ്റെ സൗണ്ട് കുറയുമ്പോഴാണ് ഇനിയിപ്പോൾ ആ ചിരമ്പൽ സൗണ്ട് മാറും. അതായത് ടൈമിങ് ചെയിൻ മാറുമ്പോൾ അതിൻ്റെ സൗണ്ട് മാറും. അത് മാറിക്കഴിയുമ്പോഴാണ് ഈ ഓയിൽ പമ്പ് ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, തേയ്മാനം ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ശബ്ദത്തിൻ്റെ രീതിയിലേക്ക് പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിങ് ചെയിൻ മാറ്റിയതിന് ശേഷം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയിപ്പോൾ അത് കണ്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടൊക്കെ അത് ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് നടക്കില്ല. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ടോട്ടൽ എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരും ഇതിൻ്റെ. അപ്പോൾ ക്ലച്ച് ഓവറോളിങ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ വീലുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയൊരു വേരിയേഷൻ എന്തെങ്കിലും വരും കേട്ടോ. അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി നാളെ തരാം നമുക്ക് എന്തായാലും. ഓക്കെ.